കേരളം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിൻ്റെ നടുക്കത്തിലാണ് നമ്മൾ. 2018 മഹാപ്രളയത്തിന് ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രകൃതി ദുരന്തം. ഒരു രാത്രി ഉറങ്ങി ഉണർന്നപ്പോൾ ഉറ്റവരെയും ഉടയവരെയും നഷ്ടപ്പെട്ട കുട്ടികൾ തെരുവിൽ അലറിക്കരയുന്ന ദയനീയമായ കാഴ്ച. എങ്ങും ദുഃഖത്തിൻ്റെ കൂരിരുട്ട് മാത്രം. ഇന്ന് വെളുപ്പിന് 1 മണിവരെ എല്ലാം ശാന്തമായിരുന്നു. തുടരെയുള്ള 3 ഉരുൾപൊട്ടലുകളിലായി ഈ സമയം വരെ 100-ലധികം ആളുകളുടെ മരണം സ്ഥിരീകരിക്കുന്ന അവസ്ഥ. വാർത്താ ചാനലുകളിൽ നിറയുന്ന കണ്ണീർ കടലുകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഓരോ മഴക്കാലവും മരണം വിധിക്കുന്ന നാടായി ദൈവത്തിൻ്റെ സ്വന്തം നാട് മാറുന്നു. എന്തുകൊണ്ടാണ് കേരളം ഇത്തരത്തിലുള്ള പ്രകൃതി ദുരന്തങ്ങളുടെ സംഗമ ഭൂമിയായി മാറുന്നത്? നമുക്ക് എവിടാണ് പിഴയ്ക്കുന്നത്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഉരുൾപൊട്ടലുണ്ടാകുന്നത് കേരളത്തിലാണ്. 2015-നും 2022-നും ഇടയിൽ രാജ്യത്തുണ്ടായ മണ്ണിടിച്ചിലിൽ 59.2% ഇവിടെയാണ് സംഭവിച്ചത്. തീരദേശ ജില്ലയായ ആലപ്പുഴ ഒഴികെയുള്ള 13 ജില്ലകൾ ഉരുൾപൊട്ടൽ സാധ്യതയുള്ളതായി വിദഗ്ധർ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഇതിന് കാരണമാവുന്ന ഏറ്റവും വലിയ ഘടകം നമ്മുടെ ഭൂപ്രകൃതി തന്നെയാണ്. പശ്ചിമഘട്ടത്തിൽ സ്ഥിതി ചെയ്യുന്ന മലമ്പ്രദേശങ്ങൾ അധികമുള്ള നാട്. കുത്തനെയുള്ള ചെരുവുകളും കുന്നുകളും കൊണ്ട് സജീവമാണ് ഇവിടം. അവിടെയെല്ലാം കൃഷിയും ജീവിതവുമായി അനേകായിരം ജീവിതങ്ങൾ ജീവിക്കുന്നുമുണ്ട്. ഉരുൾപൊട്ടൽ സാങ്കേതികമായി 2 വാക്കുകളാണെങ്കിലും പ്രയോഗത്തിൽ ഒരൊറ്റ വാക്കാണ്. കേട്ടാൽ ഭയം തോന്നുന്ന ഒരു വാക്ക്. പ്രകൃതിയുടെ ഈ പ്രതിഭാസത്തിന് പേര് നൽകിയത് സാധാരണക്കാരാണ്. അവർ തന്നെയാണ് ഇതിൻ്റെ വ്യാപ്തി അനുഭവിച്ചറിഞ്ഞവരും. 2018 കേരളം ചരിത്രത്തിലെ ഏറ്റവും വലിയ വെള്ളപ്പൊക്കത്തിന് സാക്ഷ്യം വഹിച്ചു. കനത്ത മഴയിൽ 483 പേർ മരിച്ചു. ഓഗസ്റ്റിൽ വെറും 3 ദിവസത്തിനുള്ളിൽ വാർഷിക മഴയുടെ 3 ലഭിക്കുന്നു. 1961-നും 2016-നും ഇടയിൽ കേരളത്തിൽ മണ്ണിടിച്ചിലിൽ മാത്രം 295 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട്. 2018 മുതൽ ഇത്തരം സംഭവങ്ങളുടെ ആവൃത്തിയും കാഠിന്യവും ഗണ്യമായി വർദ്ധിക്കുകയും ചെയ്യുന്നു. 2019-ലെയും 2020-ലെയും കാലവർഷം സമാനമായ ദുരന്തങ്ങൾ കൊണ്ടുവരികയും 100-ലധികം പേർക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തു. 2021-ൽ കോട്ടയം, ഇടുക്കി ജില്ലകളിലെ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഡസൻ കണക്കിന് മരണങ്ങൾക്ക് കാരണമായി. 2022 ആയപ്പോഴേക്കും മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കവും ഉൾപ്പെടെയുള്ള മഴയുമായി ബന്ധപ്പെട്ട സംഭവങ്ങൾ ജീവൻ അപഹരിക്കുന്നത് തുടർക്കഥയായി മാറി. 2011 പശ്ചിമഘട്ട പരിസ്ഥിതി വിദഗ്ധ സമിതി ഇടുക്കിയിലെയും വയനാടിൻ്റെയും ഭൂരിഭാഗത്തെയും ഉയർന്ന പാരിസ്ഥിതിക ലോല മേഖലകളായി തരംതിരിച്ചിരുന്നു. എന്നിരുന്നാലും ഈ ശുപാർശകളിൽ പിന്നീട് ഇളവ് വരുത്തി കൃഷിക്കും മറ്റ് പ്രവർത്തനങ്ങൾക്കുമായി ഭൂമി ഉപയോഗിക്കുന്നത് തുടരാൻ അനുവദിക്കുകയും ഇത് മണ്ണിടിച്ചിൽ അപകട സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നതിന് കാരണമാവുകയും ചെയ്തു. മാനുഷിക പ്രവർത്തനങ്ങളും ഈ പ്രശ്നത്തിന് ഗണ്യമായ സംഭാവന നൽകുന്നു. വന നശീകരണവും നഗരവൽക്കരണവുമാണ് പ്രധാന ഘടകങ്ങൾ. കൃഷിക്കോ വികസനത്തിനോ വേണ്ടി വനങ്ങൾ വൃത്തിയാക്കുന്നത് മണ്ണിനെ സുസ്ഥിരമാക്കാൻ സഹായിക്കുന്ന പ്രകൃതിദത്ത സസ്യജാലങ്ങളെ നീക്കം ചെയ്യുന്നു. ഈ മരങ്ങളില്ലെങ്കിൽ ഭൂമി മണ്ണൊലിപ്പിന് കൂടുതൽ വിധേയമാകും. ഇതാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. മരങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതും വനങ്ങൾ പുനഃസ്ഥാപിക്കുന്നതും മണ്ണിനെ സ്ഥിരപ്പെടുത്താനും അധിക മഴവെള്ളം ആഗിരണം ചെയ്യാനും സഹായിക്കുന്നു. മണ്ണ് സംരക്ഷണ രീതികൾക്ക് മണ്ണൊലിപ്പ് തടയാനാകും. നമ്മുടെ നാട്ടിൽ ഇനി ചെയ്യേണ്ടതും അതുതന്നെയാണ്. ചെരുവുകളിൽ നിർമ്മാണത്തിനുള്ള നിയന്ത്രണം നടപ്പാക്കുന്നതും ഫലപ്രദമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ ഉൾപ്പെടുന്നതും ഉരുൾപൊട്ടൽ അപകട സാധ്യത കുറയ്ക്കും. സുസ്ഥിര വികസനത്തിൻ്റെ മാതൃകകളാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. പരിസ്ഥിതി പരിപാലനമാണ് ചെയ്യേണ്ട ഏറ്റവും വലിയ കാര്യം. ഇതിന് ഉരുൾപൊട്ടൽ അപകടങ്ങളെക്കുറിച്ച് സമൂഹങ്ങളെ ബോധവൽക്കരിക്കുകയും നേരത്തെയുള്ള മുന്നറിയിപ്പ് സംവിധാനങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നത് ജീവൻ രക്ഷിക്കാൻ കഴിയും. തയ്യാറെടുപ്പും ഒഴിപ്പിക്കൽ പദ്ധതികളും നിർണായകമാണ്. പരിസ്ഥിതി പരിപാലനം, ഉത്തരവാദിത്വമുള്ള വികസനം, സാമൂഹിക ഇടപെടൽ എന്നിവയിലൂടെ ഈ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുന്നതിലൂടെ കേരളത്തിലെ മണ്ണിടിച്ചിലിൻ്റെ ആവൃത്തിയും കാഠിന്യവും കുറയ്ക്കുന്നതിന് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയും. ശരിയായ ആസൂത്രണമോ ഡ്രെയിനേജോ ഇല്ലാതെ കുത്തനെയുള്ള ചെരുവുകളിൽ കെട്ടിടങ്ങൾ ഉയരുമ്പോൾ ഇനിയെങ്കിലും നാം ഓർക്കണം. അല്ലെങ്കിൽ പെട്ടിമുടിയും കവളപ്പാറയും മേപ്പാടിയും പുത്തുമലയും ചൂരൽമലയുമെല്ലാം വീണ്ടും ആവർത്തിക്കുക തന്നെ ചെയ്യും.